എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു പാർട്ടി വ്ളോഗിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഫ്രൈ ചെയ്യാനുള്ള ചെമ്മീൻ ഞാനൊന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. മൊത്തമായിട്ടുള്ള വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, എല്ലാം ഒന്ന് ഓടിച്ചൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിൽ നമ്മൾ അതിൻ്റെ ആ കൊമ്പും തലയും എല്ലാം കളഞ്ഞിട്ട് തോട് കളയാതെ നടുക്കുന്ന ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചെമ്മീന് വേണ്ട മസാലയൊന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും 1/2 ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെമ്മീനിലെല്ലാം ഒന്ന് പുരട്ടി വെക്കാം. ഫ്രൈ ചെയ്യാനുള്ള ചെമ്മീനും ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാനുള്ളതെല്ലാം ഞാൻ തലേന്ന് തന്നെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് മസാലയെല്ലാം പിടിച്ച് നമുക്ക് കിട്ടും. ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം ഞാൻ തലേന്ന് തന്നെ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന വീഡിയോ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതൊന്നും കാണിക്കാഞ്ഞത്. ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്ന പിറ്റേ ദിവസത്തെ കാര്യങ്ങളാട്ടോ. ഇതിപ്പം ഞാൻ ബിരിയാണി റെഡിയാക്കാനായിട്ടുള്ള സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. മട്ടൻ ബിരിയാണി കേട്ടോ നമ്മൾ റെഡിയാക്കുന്നത്. അതിനുവേണ്ട മട്ടനെല്ലാം നന്നായിട്ട് കഴുകി ക്ലീനാക്കി അതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വലിയൊരു പാത്രത്തിൽ എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് ചതച്ചത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇപ്പം ഞാൻ അളവ് കറക്റ്റായിട്ടുള്ളതൊന്നും പറയുന്നില്ല കേട്ടോ. ഒരു 3 കിലോ മട്ടനിക്ക് ആവശ്യമായിട്ടുള്ള മസാലയാണ് ഇപ്പം നമ്മൾ റെഡിയാക്കുന്നത്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടുമ്പോഴത്തേക്ക് നമുക്ക് ബീഫ് ഫ്രൈക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. പിന്നെ കുറച്ച് നാരങ്ങാ നീരും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. വേവിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ അളവനുസരിച്ചും ഈ ബീഫിൻ്റെ ഒരു വേവ് അനുസരിച്ചൊക്കെ ഇരിക്കും കേട്ടോ. ഇതും ഒരു 2 കിലോയോളം ബീഫുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കുക്കറിൽ വേവിച്ചെടുക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഉപ്പൂടെ ചേർത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഒരു കപ്പോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അടിക്ക് പിടിച്ചു പോകും. പിന്നെ ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങും. പിന്നെ നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പം ഞാനൊരു 10-12 വിസിലോളം അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണിയുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് തക്കാളി കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരും. അതിനുശേഷം നമുക്ക് ഇതിൽ മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
ഒരു 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും, ഞാൻ കാശ്മീരി ചില്ലിയാട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മസാലയെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മട്ടനും മസാലയെല്ലാം ഒന്ന് മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലി പുതിന ഇല ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ വലിയ 2 സവാള വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ പകുതി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ദമ്മിടുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തീ കുറച്ച് വെക്കാം. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. ബിരിയാണിക്ക് വേണ്ട നെയ്ച്ചോറ് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോറൊക്കെ വെക്കുന്ന വീഡിയോ നമ്മൾ വേറെ കുറേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെയൊക്കെ ആകുമ്പം വീഡിയോയുടെ ലെങ്ത്തും കൂടും, പിന്നെ കാണുന്നവർക്കും ഒരു ബോറടിയായിരിക്കും. അതുകൊണ്ട് എല്ലാം ഒന്നും വിശദമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഇപ്പം ചോറെല്ലാം റെഡിയായി, മസാലയെല്ലാം റെഡിയായി. ഇപ്പം ദമ്മിടുക കേട്ടോ. അടിയിൽ മസാല ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചോറ്, പിന്നെ എസൻസൊക്കെ പൈനാപ്പിൾ എസൻസും ബിരിയാണി എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്, നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില പുതിനയില അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പിന്നെ സവാള വറുത്തത്, പിന്നെ ഇതിൻ്റെ മുകളിൽ ബാക്കി ചോറ് ഇട്ടിട്ട് ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ചെറിയ തീയിലൊന്ന് ദം ചെയ്ത് എടുക്കാം. ഇത് പുഡിങ്ങിന് വേണ്ട കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഗീ കേക്കാണ്. ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ പാൽ തിളപ്പിച്ചിട്ട് അതിൽ ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ട് മധുരം ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുകൂടെയൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തണുത്ത് കഴിയുമ്പം ആ മിക്സ് നമ്മൾ ഈ കേക്കിൻ്റെ മണ്ടയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് കഴിയുമ്പം ആവശ്യത്തിന് കുറച്ച് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇഷ്ടമുള്ള ഐസ്ക്രീം, ഇപ്പം ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമും കൂടെ മിക്സ് ചെയ്താട്ടോ സെർവ് ചെയ്തത്. ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ ആ തിരക്കിൻ്റെ ഇടയിൽ പറ്റിയില്ല, അതുകൊണ്ടാട്ടോ പറഞ്ഞത്. ഇപ്പം എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട്, ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇത് ബീഫ് ഫ്രൈ ആട്ടോ. നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച ബീഫ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം കാണും. അതെല്ലാം നന്നായിട്ട് വറ്റിച്ച് ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. പിന്നെ കട്ട്ലറ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കട്ട്ലറ്റിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ബീഫ് കട്ട്ലറ്റും ട്യൂണ വെച്ചിട്ടുള്ള കട്ട്ലറ്റും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഒറട്ടയാണ്, അരിപ്പത്തിരി, പൊറോട്ട, പിന്നെ നമ്മുടെ ബിരിയാണി. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ സലാഡ്, പപ്പടം, അച്ചാർ എല്ലാം റെഡിയായി. ജോലിയെല്ലാം കഴിഞ്ഞ് സെർവ് ചെയ്യാനുള്ള പാത്രവും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴിത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പികളും വിശേഷങ്ങളും. അപ്പോഴെല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോഴേ നല്ല നല്ല വീഡിയോസുകളായിട്ട് വീണ്ടും കാണാം. you.